സുപ്രീം കോടതി വിധിയുമായി ഓർത്തഡോക്സ് വിഭാഗം ഈ പള്ളികൾ ഏറ്റെടുക്കാൻ വന്നതിനെ തുടർന്നാണ് ഇപ്പോൾ വടക്കഞ്ചേരി മേഖലയിലെ ഈ പള്ളികളിൽ വലിയ രീതിയിലൊരു പ്രതിഷേധം നടക്കുന്നത്. പള്ളികൾ വിട്ടു നൽകില്ല എന്നാണ് യാക്കോബായ വിഭാഗത്തിലെ വിശ്വാസികളുടെ തീരുമാനം. ഇത് തങ്ങൾക്ക് അവകാശപ്പെട്ട പള്ളിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ചെറുകുന്നം പള്ളിയുടെയും അതുപോലെ തന്നെ മംഗളം പള്ളിയുടെയും മുന്നിലെല്ലാം യാക്കോബായ വിശ്വാസികൾ പ്രതിഷേധിക്കുകയാണ്. ഇവിടെ പോലീസ് ഉൾപ്പെടെ ഇവിടെ എത്തി ഇവരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രതിഷേധക്കാർ ഇവിടെ നിന്ന് പിന്മാറാൻ തയ്യാറായിട്ടില്ല. പലതവണ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ഉൾപ്പെടെ പോലീസ് ശ്രമിച്ചിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് മാറിപ്പോവാൻ ഈ പ്രതിഷേധക്കാരെ യാക്കോബായ വിഭാഗത്തിലെ വിശ്വാസികൾ തയ്യാറാവുന്നില്ല. ഞാനിപ്പോൾ ഉള്ളത് ചെറുകുന്നം പള്ളിയുടെ മുമ്പിലാണ്. 25 വർഷമായി ഈ പള്ളിത്തർക്കത്തെ തുടർന്ന് അടച്ചു കിടക്കുന്ന പള്ളിയാണ്. ഈ പള്ളി പിടിച്ചെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഏറ്റെടുക്കാൻ വേണ്ടി സുപ്രീം കോടതി വിധിയുമായി ഓർത്തഡോക്സ് വിഭാഗത്തിലെ വിശ്വാസികൾ എത്തുകയായിരുന്നു. പക്ഷേ ഈ പള്ളി തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നും ഇതൊരിക്കലും വിട്ടുകൊടുക്കില്ല എന്നുമാണ് ഈ യാക്കോബായ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ യാക്കോബായ വിഭാഗത്തിലെ ഈ പുരോഹിതരും അതുപോലെ തന്നെ വിശ്വാസികളും അറിയിച്ചിട്ടുള്ളത്. ഇവിടെ വിവിധ സ്റ്റേഷനുകളിലെ DYSPമാരും അതുപോലെ തന്നെ തഹസിൽദാർ ഉൾപ്പെടെ ഇവിടെ എത്തി ഇവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. പക്ഷേ ഇവർ ഇവിടെ നിന്ന് പിന്മാറി പോകില്ല എന്നൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരുള്ളത്. ഇപ്പോൾ യാക്കോബായ വിഭാഗത്തിലെ പുരോഹിതർ ഉൾപ്പെടെ ഇവിടെയുണ്ട്. പോലീസ് പറയുന്നത് നിങ്ങളോട് അന്വയിപ്പിച്ച് നിങ്ങളിവിടെ മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതാണ്. അത് നടക്കില്ല സാർ. ഞങ്ങളുടെ വിശ്വാസത്തിനെതിരായി ഞങ്ങളുടെ പിതാക്കന്മാർ പടുത്തുയർത്തിയ ദേവാലയം വിട്ടുകൊടുത്തുകൊണ്ട് ഒരു കോംപ്രമൈസിന് ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ ഈ അധികാരികളോട് കളക്ടർ മുഴുവൻ A to Z എല്ലാ റവന്യൂ ഉദ്യോഗസ്ഥന്മാരോടും ബഹുമാനപ്പെട്ട പോലീസ് അധികാരികളും ഞങ്ങൾ വിളിച്ചപ്പോൾ ഞങ്ങൾ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ്. ഞങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ ഞങ്ങളുടെ വിശ്വാസത്തെ ഹനിച്ചുകൊണ്ട് പുറകോട്ട് പോയിരിക്കുന്ന കാലുമാറിയിരിക്കുന്നവരോട് ചേരാൻ ഞങ്ങൾ സന്നദ്ധരല്ല. അതിന് എന്തു വന്നാലും സിറിയൻ പാരമ്പര്യം ഉപേക്ഷിച്ച ഇവർ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ. സുറിയാനി സഭയുടെ പാരമ്പര്യം ഇവർ ഉപേക്ഷിച്ച ഈ അച്ഛന്മാരും മെത്രാനും ചെയ്യേണ്ടത് ഞങ്ങൾ ധരിച്ചിരിക്കുന്ന ഈ വേഷഭൂഷാദികൾ ധരിക്കുവാൻ അവർക്ക് യാതൊരു അവകാശവുമില്ല. കട്ട് ധരിക്കുന്നതാണ്. ഒരു ചെറിയ നുണ പറഞ്ഞാൽ ഒരു കുരിശുംതൊട്ടി കിട്ടുമെങ്കിൽ, ഒരു വലിയ നുണ പറഞ്ഞാൽ ഒരു വലിയ പള്ളി ലഭിക്കുമെങ്കിൽ, അതിനേക്കാൾ വലിയൊരു നുണ പറഞ്ഞാൽ ഒരു ഭദ്രാസനം ലഭിക്കുമെങ്കിൽ, പ്രിയ റവന്യൂ അധികാരികളെ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഈ പറയുന്നതെല്ലാം നുണയാണ്. ഈ ദേശത്തോട് അവർ വിളിച്ചു പറഞ്ഞെന്താണെന്നറിയാവോ? ഈ 100 കണക്കിന് വരുന്ന ഇടവക്കാരെ മാറ്റി നിർത്തി വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സമവായത്തിന് ഞങ്ങൾ തയ്യാറല്ല എന്നാണ്. കഴിഞ്ഞ 20 കൊല്ലമായി എന്ത് സമവായവും? ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ ഇടത്തോട്ടെങ്കിൽ ഞങ്ങൾ വലത്തോട്ട്, നിങ്ങൾ വലത്തോട്ടെങ്കിൽ ഞങ്ങൾ ഇടത്തോട്ട്, സമാധാനമായി പിരിയാമെന്ന് അനേക പ്രാവശ്യം കോംപ്രമൈസ് നടത്തിയ ദേവാലയമാണിത്. അതൊന്നും കൂട്ടാക്കാതെ മുഴുവനും അന്യൻ്റെ മുതൽ പിടിച്ചു പറിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി യാതൊരു വിലയുമില്ലാത്ത 34-ലെ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ ഒരു വാരോലയും കാണിച്ച് ഞങ്ങളെ പേടിപ്പിച്ചും പീഡിപ്പിച്ചും ഇല്ലാതാക്കാമെന്നുള്ള വ്യാമോഹം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് നടക്കില്ല, നടത്തില്ല. യാക്കോബായ വിശ്വാസികളുടെ പ്രതികരണം പറയുന്നത് ഇതാണ്. അവരുടെ മുൻതലമുറക്കാർ നിർമ്മിച്ചിട്ടുള്ള പള്ളിയാണ് ഈ ചെറുകുന്നും അതുപോലെ തന്നെ മംഗലഡാമിലെല്ലാം ഉള്ള പള്ളികൾ. അതുകൊണ്ട് തന്നെ തങ്ങൾ എന്ത് വിധിയുമായി എത്തിയാലും ഇത് നടപ്പിലാക്കാൻ അംഗീകരിക്കില്ല, ഈ പള്ളി തങ്ങൾ വിട്ടുകൊടുക്കില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലാണ് ഈ വിശ്വാസികൾ, യാക്കോബായ വിഭാഗത്തിലുള്ള ഈ വിശ്വാസികൾ ഇവിടെ പ്രതിഷേധം നടത്തുന്നത്. തൊട്ടപ്പുറത്ത് തന്നെ ഓർത്തഡോക്സ് വിഭാഗത്തിലുള്ള വിശ്വാസികൾ ഈ പള്ളി ഏറ്റെടുക്കാൻ വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവരെ ഈ വിധി നടപ്പിലാക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥർ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം ഉൾപ്പെടെ ഇവിടേക്ക് എത്തിയിരുന്നു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലീസ് കടന്നെങ്കിലും ഈ പ്രവർത്തകരെ പൂർണ്ണമായി ഇവിടുന്ന് നീക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല. ഏതായാലും നിലവിൽ ഈ പ്രതിഷേധക്കാരുമായി സംസാരിച്ച് ഒരു അനുനയ നീക്കത്തിലേക്ക് കടക്കാനാണ് പോലീസിൻ്റെ തീരുമാനം. അതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങളാണ് നിലവിൽ ഇപ്പോൾ ചെറുകുന്നം ഭാഗത്തും ചെറുകുന്നം പള്ളിയുടെ മുന്നിൽ അതുപോലെ തന്നെ മംഗളം പള്ളിയുടെ മുന്നിലെല്ലാം നടക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലിൻ, റിപ്പോർട്ടർ പാലക്കാട്.